25 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ആ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 13 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് 21 ആ ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്നാണ് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്, 35 ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു പ്രിലിംസിൻ്റെ പാറ്റേണും SBIയുടെ പ്രിലിംസിൻ്റെ പാറ്റേണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരായിരിക്കുന്ന IBPS ആയാലും ശരി ഈവൻ SBI ആയാലും ശരി നമ്മുടെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് ഒരു 12% ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് കൂടി കിട്ടുമായിരിക്കും. ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 32-33 ടാർഗറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ IBPSൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ IBPS RRBയുടെയൊക്കെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് അതിലെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും ഒക്കെ തന്നെ നിങ്ങളിപ്പോൾ നല്ലപോലെ മനസ്സിലാക്കി നിങ്ങളുടെ വരാതിരിക്കുന്ന എക്സാംസിനെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇനിയും വരാതിരിക്കും. നിങ്ങൾക്കറിയാം IBPS ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇനിയും നമുക്ക് SBI ഇടയ്ക്ക് ഇൻഷുറൻസ് കമ്പനീസും ഒക്കെ തന്നെ നമുക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ തന്നെ മുമ്പിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ ഈ ഒരു സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വരാതിരിക്കുന്ന IBPS മാത്രമല്ല ഈവൻ SBI ആയാലും നിങ്ങൾക്കറിയാം IBPSൻ്റെ ആ ഒരു പ്രിലിംസിൻ്റെ പാറ്റേണും SBIയുടെ പ്രിലിംസിൻ്റെ പാറ്റേണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരാതിരിക്കുന്ന IBPS ആയാലും ശരി ഈവൻ SBI ആയാലും ശരി നമ്മുടെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇനി വരാനുള്ള സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ വളരെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഇനി വരാതിരിക്കുന്ന ബാങ്ക് എക്സാംസ് എസ്പെഷ്യലി നമ്മുടെ IBPSൻ്റെ ക്ലർക്കായാലും ശരി PO ആയാലും ശരി SBI ക്ലർക്കായാലും PO ആയാലും ശരി നിങ്ങൾക്കറിയാം 3 സെക്ഷൻസ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും പിന്നെ ഒന്ന് റീസണിങ്ങും പിന്നെ ഇംഗ്ലീഷും. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ നമ്മുടെ RRBയുടെ എക്സാംസിൽ നമുക്ക് 2 ഏരിയാസ് ഉള്ളൂ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വരാതിരിക്കുന്ന 3 ഏരിയാസിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ നിങ്ങൾക്കറിയാം 35 ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. 35 മാർക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് കൂടാതെ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. IPSലേക്ക് വരുമ്പോൾ നമ്മുടെ SBIയിലേക്ക് വരുമ്പോൾ സെക്ഷണൽ കട്ട് ഓഫ് ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഇല്ലായിരുന്നു. ഈ വർഷം മേ ബി ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. നിങ്ങൾക്കറിയാം നമ്മൾ ആൻസർ കിട്ടിയാൽ മാത്രം മാർക്കുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് വരിക എന്നുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസേഴ്സ് റൈറ്റ് ആകും, നമുക്ക് ആ സ്കോർ കിട്ടും. അങ്ങനെയുള്ള ഒരു ഏരിയ ആണത്. നിങ്ങൾക്കവിടെ എഴുതിയതിന് ശേഷം ഇനി അത് തെറ്റാണോ എന്നൊരു സംശയം വരേണ്ട ഒരു ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എങ്ങനെയാണ് വളരെ സ്മാർട്ടായിട്ട് വരാതിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് IBPSൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. നമ്മുടെ IBPS നിങ്ങൾക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സർവീസ് സെലക്ഷൻ. അപ്പോൾ IBPS ഓഫീസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 4000+ വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 4455 അറൗണ്ട് വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി എക്സാം എപ്പോഴായിരിക്കും? ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ PDF കൊടുത്തേക്കുന്ന ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ October 2024 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസിൽ നമുക്ക് ആ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും 19 and 20 October ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ 19-20 October ആയിരിക്കും മിക്കവാറും നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ മെയിൻസ് എക്സാം ഉണ്ട്. നിങ്ങൾക്കറിയാം മെയിൻസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് നവംബറിലാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ PO ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻ്റർവ്യൂ നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മിക്കവാറും January February ആ ഒരു സമയത്തായിരിക്കും നടക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഏപ്രിലാണ് അതിൻ്റെ റിസൾട്ട്സ് വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. സോ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊരു രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ അത് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം October 2024 എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് ആണ്, സെപ്റ്റംബർ മൊത്തം ഉണ്ട്. അതുകൂടാതെ ഒക്ടോബറിൻ്റെ ഒരു ഹാഫോളം ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 50 to 60 days എന്തായാലും കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഓൾറെഡി ബേസിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവർ ഇനി നല്ലപോലെ അതിനെ റിവൈസ് ചെയ്യും, അതിൻ്റെ അഡ്വാൻസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഇനി ഉള്ള ഏരിയാസ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ആൻഡ് വളരെ സ്മാർട്ടായിട്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൂടുതൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഏരിയ നമ്മൾ നോക്കുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു IBPS PO ഈവൻ ക്ലർക്ക് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് 3 ഏരിയാസ് ആണുള്ളത്. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട്, നമ്മുടെ
നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ക്വസ്റ്റൻസിലേക്ക് വരുമ്പോഴും ഇംഗ്ലീഷിന് 30, നമ്മുടെ റീസണിങ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 35 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. മാർക്കും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്ക് എക്സാംസ് നിങ്ങൾക്ക് അറിയാം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഏരിയാസ് ഉണ്ട്. 3 ഏരിയാസിന് 20 മിനിറ്റ് വെച്ചാണ് ഈക്വൽ ആയിട്ടാണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ 20, 20, 20 1 മണിക്കൂറിലാണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് 1/4 ആണ്, എന്ന് പറഞ്ഞാൽ 0.25. 1 മാർക്കിന്റെ 1/4 0.25 ആണ് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് മാർക്ക് ചെയ്താൽ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇന്ന് ഈ ഒരു ഏരിയയെ കുറിച്ചാണ്. നമ്മുടെ ഈ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ഉള്ള 20 മിനിറ്റിൻ്റെ അകത്ത് അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് വേണം. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ബാങ്ക് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്സ്, അതിൻ്റെ ഏരിയാസ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, നമ്പർ സീരീസ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ഈ ഒരു 4 ഏരിയാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പാർട്ട്ണർഷിപ്പ്, ഏജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏരിയ ആൻഡ് വോളിയം, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്സ്, അതുപോലെ തന്നെ ആവറേജ്, മിസ്റ്റർ അലിഗേഷൻ, പെർമുറ്റേഷൻ, കോമ്പിനേഷൻ ആൻഡ് പ്രോബിലിറ്റി. ഇത്രയും ഒരു ഏരിയാസ് ആണ് നമ്മുടെ ബാങ്കിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഏരിയസ് എക്സാമിൽ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 21 to 22 ചാപ്റ്റേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞ 35 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു നിങ്ങൾക്കറിയാം 21 ചാപ്റ്റേഴ്സിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നെങ്കിൽ, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റൻ അല്ല, 21 ചാപ്റ്ററിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചില ചാപ്റ്റേഴ്സ് എന്തായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 1 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് കാണും. ചിലപ്പോൾ ചില ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന കാണും, പക്ഷേ അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് കാണും. ചില ചാപ്റ്റേഴ്സ് കാണും 2 or 3 ചാപ്റ്റർ ചേർക്കുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ചില ചാപ്റ്റേഴ്സ് കാണും വല്ലപ്പോഴും മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്മാർട്ടായിട്ട് ഇതേപോലെ ഒന്ന് ഡിവൈഡ് ചെയ്തൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏറ്റവും കുറച്ച് ക്വസ്റ്റൻസ് വരുന്നതോ ഏറ്റവും ഒരുപാട് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റൻ കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസ്, ചിലപ്പം മാത്രം ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ്, അങ്ങനെയുള്ള ഏരിയാസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിനൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 21 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആ 21 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് 21 ആ ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്നാണ് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്, 35 ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ 21 ചാപ്റ്റേഴ്സിൽ വെറും 4 ടോപ്പിക്കിൽ നിന്ന്, വെറും 4 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് നമുക്ക് 25 ക്വസ്റ്റ്യൻസും വരുന്നത്. പക്ഷേ ഇത് പലരും എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, ആദ്യമായിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ പലരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ് ഇത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 21 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് 35 ക്വസ്റ്റ്യൻ വരുന്നത്, പക്ഷേ 4 ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് 25 ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് നമ്മുടെ ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ഒരു 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾ വിചാരിച്ചു നോക്കിയാൽ 25 out of 35 എന്നൊക്കെ പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവും. നല്ലൊരു പെർസെൻറ്റേജ് പ്രിപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു നമുക്ക് വേണമെങ്കിൽ 3/4 നമ്മൾ പ്രിപ്പയർ ചെയ്ത് മോർ ദാൻ 3/4 നമ്മൾ പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയും വലിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ജസ്റ്റ് എത്ര ചാപ്റ്റർ പഠിക്കുമ്പോൾ ലെസ് ദാൻ 20% ഓഫ് ദ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ചാപ്റ്റേഴ്സ്? അപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് 4 നമ്മുടെ ആ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് അപ്രോക്സിമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറയും POയിലേക്ക് വരുമ്പോൾ. പിന്നെ നമ്പർ സീരീസ് ഉണ്ട്, നമ്മുടെ മിസ്സിംഗ് നമ്പർ, റോങ് നമ്പർ സീരീസ്, അങ്ങനെയുള്ള ഏരിയ. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ. ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ IPS PO എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ അപ്രോക്സിമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ 5 തൊട്ട് 6 ക്വസ്റ്റ്യൻസ് വരും. ഒരു ക്വസ്റ്റ്യനായിട്ടോ 2 ക്വസ്റ്റ്യനായിട്ടോ ചോദിക്കത്തില്ല. വരുവാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ കാണും, അല്ലെങ്കിൽ മാക്സിമം 6 ക്വസ്റ്റ്യൻ കാണും. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണത്തേ ഇല്ല. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരിക്കും വരുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസ്. അവിടെ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റനോ 2 ക്വസ്റ്റനോ കാണത്തില്ല. വരുവാണെങ്കിൽ 5 ക്വസ്റ്റൻ, ഇല്ലെങ്കിൽ കാണത്തേ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അവിടെ നിന്നും 5 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. വരുവാണെങ്കിൽ 5 ക്വസ്റ്റൻസ് കാണും, ഇല്ലെങ്കിൽ കാണത്തില്ല. ആൻഡ് DI ഉറപ്പായിട്ടും കാണും. ആൻഡ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്
ഏറ്റവും മിനിമം 10 ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. നിങ്ങൾക്കറിയാം DI എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ഒരു ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും ഇൻ സം ഫോം ഓഫ് ചാർട്ട്സ്, എന്തെങ്കിലും ഒരു ടേബിളോ പയ്യോ ബാർ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോമിലായിരിക്കും തരുന്നത്. അതിൻ്റെ കൂടെ 5 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ 5 ക്വസ്റ്റ്യനുള്ള ഒരു ഗ്രാഫിൻ്റെ ഒരു ഫുൾ ക്വസ്റ്റിൻ്റെ സെറ്റ് നോക്കി, ആ ഒരു സെറ്റ് എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് 2 സെറ്റ് ഓഫ് ഗ്രാഫ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് മാക്സിമം നമുക്ക് 15 തൊട്ട് 18 ക്വസ്റ്റ്യൻ വരെ അവിടെ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചോദിക്കുവാണെങ്കിൽ എന്നൊരു കേസ് പറഞ്ഞു. അവിടെ വരുന്നൊരു കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇൻ കേസ് അപ്രോക്സിമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കും നമുക്ക് വരുന്നത്. ചിലപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരു ഷിഫ്റ്റിൽ വരത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്രോക്സിമേഷൻ കാണും, നമുക്ക് നമ്പർ സീരീസ് കാണും, അതുകൂടാതെ നമ്മുടെ DI ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ കാണും. ഇവിടെ നിന്ന് ഒരു 5 ക്വസ്റ്റ്യനും ഇവിടെ നിന്ന് ഒരു 5 ക്വസ്റ്റ്യനും അവിടെ നിന്ന് ഒരു 15 ക്വസ്റ്റ്യനും. അപ്പോൾ 5, 5, 15, 25 ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ പിന്നുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ കാണും, പക്ഷെ നമ്പേഴ്സ് രണ്ടാമത്തെ ഒരു ഷിഫ്റ്റ് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്പർ സീരീസ് കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ കോർഡിനേറ്റ് ഇക്വേഷൻ ആയിരിക്കും അതിന് പകരം വരുന്നത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ DI കാണും എന്ന് പറയുമ്പോൾ വീണ്ടും 5, ഇവിടുന്ന് ഒരു 5 ആൻഡ് അവിടുന്ന് 15, 25 ക്വസ്റ്റ്യൻ. ഇനി വേറെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രോക്സിമേഷന് ക്വസ്റ്റ്യൻ വരാതിരിക്കും. അപ്പം അങ്ങനെ അവിടുന്ന് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്പർ സീരീസിനും കോർഡിനേറ്റ് ഇക്വേഷനും രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ DI നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു 3 ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ചിലപ്പോൾ DI നിന്ന് എത്ര ക്വസ്റ്റ്യനെ വരാൻ സാധ്യതയുള്ളൂ? 10 ക്വസ്റ്റ്യനെ വരാൻ സാധ്യതയുള്ളൂ. ഇതിൽ ഏതെങ്കിലും നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന 3 ഏരിയസിൽ ഏതെങ്കിലും ഒരു ഏരിയ സ്കിപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എത്ര ക്വസ്റ്റ്യൻ കാണും? 15 ക്വസ്റ്റ്യൻ കാണാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കേസിൽ നമുക്ക് സംഭവിക്കുന്നത് അപ്രോക്സിമേഷൻ ഈ 3 ഏരിയാസിൽ ഏതെങ്കിലും 2 ഏരിയ എപ്പോഴും ചോദിക്കാറുണ്ട്. അത് കൂടാതെ 15 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 15 എന്ന് പറയുമ്പോൾ 3 സെറ്റാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്സിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു 4 ടോപ്പിക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര കവർ ചെയ്ത് കഴിയുവാണ്? 25 ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിയുക ഔട്ട് ഓഫ് 35 ക്വസ്റ്റ്യൻസ്. ഇനി സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ ബോർഡമസ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നേക്കുന്ന വാല്യൂസിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ആക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ. നമുക്ക് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് ആൻഡ് ഡെയിലി പ്രാക്ടീസ് ഈ ഒരു ടൈം ലിമിറ്റിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ലെവൽ ഓഫ് പ്രാക്ടീസ്, ലൈക്ക് നമ്മൾ എന്ന് 5 ക്വസ്റ്റ്യൻ 2 മിനിറ്റിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നു അതുവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻ 2 മിനിറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, നമ്മുടെ നമ്പർ സീരീസും കോർഡിനേറ്റ് ഇക്വേഷനിലേക്ക് വരുമ്പോഴും അതേപോലത്തെ സെയിം കാര്യം തന്നെയാണ്. 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 മിനിറ്റ്. സെയിം ഇവിടെയും നമുക്ക് ആ 2 മിനിറ്റ് തന്നെയാണ് എടുക്കേണ്ടത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അഗെയിൻ ഇവിടെയും നമുക്ക് എന്ത് വേണം? ഒരു വളരെ നല്ലൊരു പ്രാക്ടീസ് വേണം. അപ്പോൾ നല്ലൊരു പ്രാക്ടീസ് ആണെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവത്തുള്ളൂ. നമുക്ക് ഇവിടെ നമ്പർ സീരീസ് വരുമ്പോൾ അവിടെയുള്ള പാറ്റേൺസ് ഫെമിലിയർ ആവത്തുള്ളൂ. അത് റോങ് നമ്പർ ആയാലും ശരി, മിസ്സിംഗ് നമ്പർ ആയാലും ശരി. ആൻഡ് ഈ പറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനിൽ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുന്ന ഒരു ഏരിയാസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡെയിലി ഒരു അപ്രോക്സിമേഷൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ 4 മിനിറ്റ് ടൈമർ വെച്ച് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്പർ സീരീസിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് 4 മിനിറ്റ് ടൈം, ഒരു കോർഡിനേറ്റ് ഇക്വേഷൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ 4 മിനിറ്റ് ടൈം. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് സമയം എടുക്കുന്നില്ല. 4 മിനിറ്റ് 4 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 12 മിനിറ്റ് നമുക്ക് അവിടെ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റിവ്യൂ ചെയ്യാൻ കുറച്ച് സമയം കൂടി നമ്മൾ അല്ലാതെ മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആദ്യത്തെ 3 ഏരിയാസിനെ നല്ലപോലെ സോൾവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഫൈനലി ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനിലേക്ക് വരുമ്പം നമുക്കറിയാം എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ഏരിയ ആണ് അത്. പെർസെൻറ്റേജും റേഷ്യോയും ആവറേജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഏരിയ മാത്രമാണ് DI എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന ഒരു മെയിൻ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 5 ക്വസ്റ്റ്യൻ കാണാം ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സെറ്റ് ആ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2.5 to 3 മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഇപ്പം PO ആയതുകൊണ്ട് നമുക്ക് 3 മിനിറ്റ് എന്ന് പറയാം. ക്ലർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 2.5 മിനിറ്റ് എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 മിനിറ്റ്സ് വെച്ചാണ് ഒരു സെറ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം മൊത്തം 15 നമുക്ക് കൂടുതലും ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ 15 ആണെങ്കിൽ നമുക്ക് മൊത്തം 3 സെറ്റ് കാണും. അപ്പം 3 into 1 നമുക്ക് 3 സെറ്റ് കാണും, അല്ലെങ്കിൽ 3 into 5 15 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സെറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഈ 3 into 3 9 മിനിറ്റാണ് ഇവിടെ മാത്രം എടുക്കാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ 15 ക്വസ്റ്റ്യൻ ആ ഒരു 9 മിനിറ്റ് കൊണ്ട് ഡാറ്റ മൊത്തം മനസ്സിലാക്കി ഡാറ്റ ഗ്രാഫിൽ നിന്ന് എടുത്ത് ചെയ്ത് നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ടൈം ഫാക്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ടൈം ലിമിറ്റിൻ്റെ അകത്ത് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടൈം ലിമിറ്റ് എല്ലാം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇവിടെ നമ്മളൊരു 2 മിനിറ്റ് എടുക്കുക,
ഈ രണ്ട് ഏരിയയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് 2 മിനിറ്റ് എടുക്കുക. അപ്പോൾ 4 മിനിറ്റ് ആയി. ഇത് കൂടാതെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു 9 മിനിറ്റ് എടുക്കാം. അപ്പോൾ 9ഉം 4ഉം 13 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ആ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 13 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് ഇനി എത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്? 10 ക്വസ്റ്റ്യൻ നമ്മുടെ അരിത്മെറ്റിക് ഏരിയാസ്. അതിന് വേണ്ടി എത്ര മിനിറ്റ് നമുക്കുള്ളൂ? 7 മിനിറ്റേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ടൈം ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഏതെങ്കിലും ടൈം തെറ്റുവാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ 25 ക്വസ്റ്റ്യനിൽ ഈ 13 മിനിറ്റിനേക്കാളും കൂടുതൽ സമയം എടുത്താൽ നിങ്ങൾക്കറിയാം ആ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ 7 മിനിറ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിനെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് എഫക്റ്റ് ചെയ്യും. സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു കൗണ്ട് പറയാൻ പറ്റുന്നുണ്ടും ടൈം പറയാൻ പറ്റുന്നുണ്ടും അത്യാവശ്യം നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലപോലെ ടാർഗറ്റ് ചെയ്ത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്തും നമ്മളിപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് 7 മിനിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കീപ്പ് ചെയ്താൽ മതി? ഒരു 32 to 33 ക്വസ്റ്റ്യൻസ് എഴുതുക കറക്റ്റായിട്ട് എന്നുള്ളത് മാത്രം നമ്മുടെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക. 35 out of 35 വേണ്ട, ഒരു 32 to 33 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ഒരു ടാർഗറ്റ് വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്തു പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ഏരിയാസും അതിൻ്റെ ക്വസ്റ്റിൻ്റെ കൗണ്ടും ടോപ്പിക്കിൻ്റെ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഫാക്ടർ അടക്കം. ഓക്കെ, അതിൻ്റെ ടൈം ഫാക്ടർ അടക്കം ഇൻക്ലൂഡ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഈ 3 ഏരിയാസിന് വേണ്ടി 10 ക്വസ്റ്റ്യൻ 4 മിനിറ്റ് ടൈമർ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഡി ഐയിലേക്ക് വരുമ്പം ഒരു ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 5 സെറ്റ് എടുക്കുക. 5 സെറ്റ് എന്ന് പറയുമ്പോൾ ലൈന്, പയ്യ്, ബാറ്, ടേബിള്, കേസ്ലെറ്റ് 5 സെറ്റും ഒരു 15 മിനിറ്റ് ടൈമറും വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരു സെറ്റിന് 3 മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ 5 സെറ്റിന് 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് ടൈമറും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രാക്ടീസ് ഡെയിലി കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരു 1.5 സെറ്റ് അല്ലെങ്കിൽ ഒരു 7-8 ക്വസ്റ്റിന് ചിലപ്പം തീരത്തുള്ളൂ. പക്ഷേ ആ ഒരു പ്രാക്ടീസ് ഡെയിലി കൊണ്ടുപോകുക. നിങ്ങൾ എന്ന് ആ 15 മിനിറ്റിൻ്റെ അകത്ത് ഒരു 4+ അല്ലെങ്കിൽ ഒരു 4.5 സെറ്റെങ്കിലും ചെയ്ത് തീർക്കുന്നു, നിങ്ങൾ അത്യാവശ്യം എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാമിൽ നല്ലപോലെ എഴുതാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തി എന്നത് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇത് നിർത്താതിരിക്കുക എക്സാം കഴിയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ SBI യുടെ എക്സാംസ് വരാൻ പോകുന്നത് ഡിസംബർ ആ ഒരു സമയത്തായിരിക്കും. സോ ആ ഒരു സമയം വരെ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി റീച്ചായി, ഇനി ഞാൻ ഏത് എക്സാം വന്നാലും ചെയ്തോളും എന്നൊരു ആംഗിളിൽ വിടല്ല. ബിക്കോസ് നമ്മൾ വീണ്ടും സ്ലോ ആവും. സോ അത് കണ്ടിന്യൂസ്ലി ആ പ്രാക്ടീസ് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ഏരിയാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത നിങ്ങൾ കണ്ടു കാണും നമ്മളിപ്പോൾ ഓൾറെഡി 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ്. പക്ഷേ എത്ര ചാപ്റ്റർ ബാക്കിയുണ്ട്? 21 നിന്ന് 4 പോയാൽ ഇനിയും 17 ചാപ്റ്റർ ബാക്കിയുണ്ട്. ആ 17 ചാപ്റ്ററിൽ നിന്നാണ് ഇനി 10 ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാം? സോ നേരത്തെ പറഞ്ഞു ഒരു സിംഗിൾ ചാപ്റ്റർ, അവിടെ നിന്ന് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ, അതാണ് നിങ്ങൾ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്ത് വെക്കാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും? നിങ്ങൾക്കറിയാം ഇവിടെ മൊത്തം 6 ടോപ്പിക് ഉണ്ട്, 6 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എത്ര ടോപ്പിക്കാണ്? 4ഉം ഇപ്പോൾ ഈ പറഞ്ഞ 6ഉം 10 ടോപ്പിക്ക്. 10 ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച നേരത്തെ പറഞ്ഞ 4 ടോപ്പിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്ന 6 ടോപ്പിക് കൂടി ചേർത്ത് നമ്മൾ മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ 10 ടോപ്പിക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. 25ഉം ഇവിടുന്ന് 6 ക്വസ്റ്റ്യൻ കൂടി ചേരുമ്പോൾ തന്നെ നമുക്ക് 31 ക്വസ്റ്റ്യൻസ് ആയി ഔട്ട് ഓഫ് 35. അപ്പോൾ നമ്മൾ 10 ടോപ്പിക്സ് ആണ് പഠിക്കുന്നത് ഔട്ട് ഓഫ് 21 ടോപ്പിക്സ്. ആൻഡ് നമ്മൾ എത്ര കവർ ചെയ്യുന്നുണ്ട്? 35ൽ 31ഉം കവർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എഗെയിൻ നേരത്തെ പറഞ്ഞ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ 50% പോലും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 21ൽ 10 ടോപ്പിക് എന്ന് പറഞ്ഞാൽ 50% പോലും പഠിക്കുന്നില്ല. പക്ഷേ എത്ര ടോപ്പിക്സ് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു? നമ്മൾ 35ൽ 31 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് ഒരു 87-88% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആ ഒരു മോർ ദാൻ 50% പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുമായിരിക്കും? ഒരു 12% ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് കൂടി കിട്ടുമായിരിക്കും. ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 32-33 ടാർഗറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ 32-33 എന്ന് പറഞ്ഞ ടാർഗറ്റിൻ്റെ വളരെ അടുത്തെത്തിയില്ലേ ആ 31 എന്ന് പറയുമ്പോൾ തന്നെ. അതും എത്ര ചാപ്റ്റർ പഠിച്ചിട്ട്? വെറും 10 ചാപ്റ്റർ പഠിച്ചിട്ട്. സോ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്കറിയാം റീസണിങ്ങും ഇംഗ്ലീഷിലൊക്കെ തന്നെ ഇതേ സ്മാർട്ട് അപ്രോച്ചസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക ആ ഒരു ഏരിയാസ് വരുമ്പോഴും. അപ്പോൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്രോച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 ടോപ്പിക്സ് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ആ 4 ടോപ്പിക്ക് തീർത്തതിന് ശേഷം പിന്നെ വരേണ്ട ഏരിയ ഏതാണ്? ഈ 6 ചാപ്റ്റേഴ്സിലേക്കാണ് പിന്നെ വരേണ്ടത്. ഈ ഒരു 6 ചാപ്റ്ററാണ് പിന്നെ നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതും
ആ ലെവലിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റൂ. ഇനി ഇതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് പതുക്കെ മൂവ് ചെയ്യാം. ഇനി ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ 2 or 3 ചാപ്റ്റർ ചേർത്ത് ഒരു ക്വസ്റ്റിനെ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റം 2 ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമൺ ഇൻട്രസ്റ്റും 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിനും ബോട്ടും 3 ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടും? ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഇതാണ് ജനറലി എല്ലാ ഷിഫ്റ്റിലും ഇതേപോലെ എക്സാക്ട്ലി ഇതേപോലെ ആയിരിക്കും എന്ന് പറയുന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഷിഫ്റ്റിലും ജനറലി എല്ലാ ഷിഫ്റ്റുകളിലും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റിനെ കിട്ടുന്നുള്ളൂ? 3 ക്വസ്റ്റിനെ കിട്ടുന്നുള്ളൂ. നമ്മൾ നേരത്തെ അവിടെ ഒരു 6 ചാപ്റ്റർ പറഞ്ഞു, 6 ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എത്ര ചാപ്റ്റർ? 1 2 3 4 5 6 7 ചാപ്റ്റർ പഠിക്കുമ്പോൾ എത്ര ക്വസ്റ്റിനെ കിട്ടുന്നുള്ളൂ? 3 ക്വസ്റ്റ്യൻസേ കിട്ടുന്നുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ ഉണ്ട്, ചിലപ്പോൾ മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ. നമ്മൾ ബാക്കി ടോപ്പിക്സിൻ്റെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഫുൾ ടോപ്പിക് ലിസ്റ്റ്. ആ ഒരു ചാപ്റ്റേഴ്സ് ചിലപ്പോൾ മാത്രമേ ചോദിക്കാറുള്ളൂ, ചില ഷിഫ്റ്റുകളിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. സോ ആ ഒരു ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് നല്ലപോലെ സ്കോർ ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്രോച്ച് കറക്റ്റായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് കൊണ്ടുപോകുക, നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബേസിക്സ് ഒക്കെ കഴിഞ്ഞവർ നിങ്ങൾ ഈ പറഞ്ഞ ഏരിയാസ് ഇനി ഓരോന്നായിട്ട് നല്ലപോലെ ശരിയാക്കി എടുക്കുക. ഉറപ്പായിട്ടും ഞാൻ ആ 31 out of 35 സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് ആ ബാക്കി 10 ടോപ്പിക്സ് നമ്മൾ ആ പറഞ്ഞ 10 ടോപ്പിക്സിനെ എത്തിക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ബാക്കിയുള്ള 11 ടോപ്പിക്കിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സോ അത് നമുക്കിനി ആ 31 കൂടെ ഒരു 2 or 3 ക്വസ്റ്റ്യൻ കൂടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള 11 ടോപ്പിക്കിൽ ഏതെങ്കിലും നല്ലപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള ടോപ്പിക്സ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, ബേസിക്സ് ഒക്കെ കവർ ചെയ്യുക, അഡ്വാൻസ് ക്വസ്റ്റൻസും പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു ഏരിയ അത് നല്ലപോലെ കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് വൺസ് ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മാത്സിൻ്റെ ഒരു ഏരിയ വീക്ക് ആണെങ്കിൽ ഡെയിലി സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. 35 ഞാൻ നേരത്തെ പറഞ്ഞ ആ ടാർഗറ്റ് കൊണ്ടുവരാൻ നോക്കുക. ഒരു 32 to 33 നിങ്ങളുടെ ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഈ ടാർഗറ്റ് സ്കോറിലേക്ക് നിങ്ങളത് തന്നെ കൊണ്ടുവരാൻ നോക്കുക സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്ത്. ഇൻ കേസ് ചിലവർക്കെങ്കിലും മാത്സ് ഇപ്പം വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്കോർ കുറവായിരിക്കും, അല്ലെങ്കിൽ അത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്തിൻ്റെ അകത്ത് എല്ലാം അറിയാം പക്ഷേ ആ സമയത്തിൻ്റെ അകത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡെയിലി 1 or 2 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത് ഡെയിലി ഉള്ള നിങ്ങൾ ചെയ്യുന്ന ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഡെയിലി ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, അടുത്ത മോക്കിൽ എത്രയാണ് കിട്ടുന്നത്, ഇങ്ങനെ ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഏതൊക്കെ ഏരിയാസ് ആണ് വിട്ടു പോകുന്നത്, എല്ലാ മോക്ക് ചെയ്യുമ്പോഴും ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ 10 ചാപ്റ്ററിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ ശരിയാക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ഈ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി കൊണ്ടുപോകേണ്ടത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് IBPSൻ്റെ എക്സാം ഇനി ഉടനെ തന്നെ വരാൻ പോകുക. നിങ്ങൾക്കറിയാം ഒരുപാട് സമയമില്ല. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ SBIയുടെ എക്സാംസ് ഇനിയും നമുക്കൊരു 3 months ടൈം എന്തായാലും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബാച്ചിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ SBIയുടെ ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്കറിയാം ഇനിയും ഒരുപാട് എക്സാംസിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻഷുറൻസും അതിൻ്റെയൊക്കെ എക്സാംസ് വരും. അപ്പം അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ എക്സാംസ് നല്ലപോലെ എഴുതാൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബാച്ചസിനെ കുറിച്ചോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7736112215 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ബാച്ചസിനെ കുറിച്ചും ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് കൂടുതൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. വേറെ ആയിരിക്കുന്ന എക്സാംസിന് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ എന്ന് വിഷയന്നു. നമുക്ക് വരുന്ന ഫ്യൂച്ചർ സെഷൻസിൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്